CMIയുടെ കണക്കുകൾ പ്രകാരം, സെൻറ്റർ ഫോർ മോണിറ്ററിങ് ഇന്ത്യൻ ഇക്കോണമിയുടെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് വലിയ രീതിയിലുള്ള തൊഴിലില്ലായ്മ നിലനിൽക്കുന്നുണ്ട്. ആ തൊഴിലില്ലായ്മയെ നേരിട്ട് അഡ്രസ്സ് ചെയ്യുന്നത് നിന്നും ഈ ഇൻറ്റീരിയം ബഡ്ജറ്റ് അതിനൊരു വിമുഖത കാണിക്കുന്നുണ്ട്. 40,000 പുതിയ ബോഗികൾ വന്ദേ ഭാരതിന് ഉണ്ടാക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. അതെ അതെ, എത്ര കേരളത്തിന് പറ്റില്ല. ഇത് മുഴുവൻ വാങ്ങിയിട്ട് പൂട്ടിപ്പോകുന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ട്, ചെറുകിട മേഖലയെ പ്രത്യേകിച്ച്. എടുത്ത ജോലിക്ക് തന്നെ പല സംസ്ഥാനങ്ങളിലും കൂലി കൊടുത്തു തീർക്കാൻ ബാക്കിയുണ്ട്. അത് ആർക്കാണെന്ന് ആലോചിക്കണം, സാധാരണക്കാരായ ആളുകൾക്കാണ്. രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ അവസാന ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചു. തിരഞ്ഞെടുപ്പ് 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇടക്കാല ബജറ്റാണ് പ്രസൻറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പ്രതീക്ഷിച്ചതുപോലെ തിരഞ്ഞെടുപ്പിലാക്കാക്കിയുള്ള വലിയ പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിൽ കാണുന്നില്ല. നികുതി നിരക്കുകളിൽ മാറ്റം വരുത്തുന്നില്ല എന്ന് ധനമന്ത്രി പ്രഖ്യാപിക്കുന്നു. അതേസമയം 2014 മുതൽ ഇങ്ങോട്ട് നരേന്ദ്രമോദി അധികാരത്തിലേറിയതിന് ശേഷം ഉള്ള നേട്ടങ്ങൾ എണ്ണിപ്പറയാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ബജറ്റിൽ. എങ്ങനെയാണ് ഈ ഇടക്കാല ബജറ്റ് രാജ്യത്തെ, കേരളത്തെ ഒക്കെ ബാധിക്കുക, സഹായിക്കുക അല്ലെങ്കിൽ പ്രതിസന്ധിയിലാക്കുക എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. നമുക്കൊപ്പമുള്ളത് അനിൽ വർമ്മ, സാമ്പത്തിക ശാസ്ത്ര വിഭാഗത്തിൻ്റെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിലെ. ഒപ്പം സുബൈർ കൊളക്കാടൻ, ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി കോഴിക്കോടിൻ്റെ മുൻ ചെയർമാനാണ് അദ്ദേഹം. ആദ്യം അനിൽ, നമ്മളിത് നോക്കുമ്പോൾ എങ്ങനെയാണ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഈ ഇടക്കാല ബജറ്റിൻ്റെ? ഇതൊരു ഇടക്കാല ബഡ്ജറ്റാണ്, പറഞ്ഞതുപോലെ തന്നെ ഒരു ഇടക്കാല ബഡ്ജറ്റാണ്. ഒരു ഫുൾ ബഡ്ജറ്റ് അല്ല, കാരണം ഇലക്ഷൻ ഇയർ ആയതുകൊണ്ട് തന്നെ ഒരു ഇടക്കാല ബഡ്ജറ്റാണ്. പൊതുവേ ഈ ബഡ്ജറ്റിൽ ഈ റൂറൽ സ്പെൻഡിങ്ങുമായിട്ട് നമ്മളുടെ സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വലിയൊരു പ്രതിസന്ധി അഭിമുഖീകരിച്ച് നിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ്, ഗവൺമെൻറ് അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും. അപ്പോൾ ഒരു ശുഭപ്രതീക്ഷ പെയിൻറ്റ് ചെയ്യാനുള്ളൊരു ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് എന്നാണ് അറ്റ് ഫസ്റ്റ് സൈറ്റ് നമുക്ക് തോന്നുന്നത്. അതിന് പുറമെ സമ്പദ് വ്യവസ്ഥ ഫേസ് ചെയ്യുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള പല പ്രോബ്ലംസിനെയും അഡ്രസ്സ് ചെയ്യാൻ ഈ ഇടക്കാല ബഡ്ജറ്റ് ശ്രമിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഒരു ഫസ്റ്റ് ഇംപ്രഷൻ എന്നുള്ള രീതിയിൽ തോന്നുന്നത്. ഇത് പറയുമ്പോൾ ഈ സമ്പദ് വ്യവസ്ഥ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്ന് പറയുമ്പോൾ ഞാനിതിൻ്റെ ഈ എസ്റ്റിമേറ്റിലേക്ക് നോക്കുമ്പോൾ ഈ നടപ്പ് സാമ്പത്തിക വർഷത്തെ റിവൈസ്ഡ് എസ്റ്റിമേറ്റിലെ കമ്മി 17.34 ലക്ഷം കോടിയാണ്. അതായത് ആകെ വരവ് കണക്കാക്കിയിരിക്കുന്നത് 27.56 ലക്ഷം കോടി, ചിലവ് കണക്കാക്കിയിരിക്കുന്നത് 44.9 ലക്ഷം കോടി. കമ്മിയായിട്ട് കാണുന്നത് 17.34 ലക്ഷം കോടിയാണ്. കടം പുറമെയാണ്. ഇടക്കാല ബജറ്റിൽ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള എസ്റ്റിമേറ്റ് കണക്കാക്കുമ്പോൾ അവിടെയും കമ്മിയായിട്ട് കണക്കാക്കുന്നത് 16.86 ലക്ഷം കോടിയാണ്, കടം പുറമെ. അപ്പോൾ ഈ കണക്കുകൾ ഒരു ഗൗരവമുള്ള ധനകാര്യ പ്രതിസന്ധിയെ സൂചിപ്പിക്കുന്നുണ്ടോ? അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് എങ്കിൽ ധനമന്ത്രി അതിനോടൊപ്പം പറയുന്നുണ്ട് ഈ വർഷം ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 5.8% ഓഫ് GDP ആയിട്ട് ചുരുങ്ങും, അടുത്ത വർഷം അത് 5.1% ആയിട്ട് ചുരുങ്ങും, 2025-26 4.5% എന്ന ലക്ഷ്യം കൈവരിക്കും എന്നൊക്കെ ധനമന്ത്രി അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതെ, അതിൽ ഈ ഞാൻ സൂചിപ്പിച്ച പ്രതിസന്ധിയുടെ ഒരു വശം മാത്രമേ ആകുന്നുള്ളൂ. ഈ 5.8% GDPയുടെ 5.8% ഫിസ്ക്കൽ കമ്മി എന്ന് പറയുന്നത് തന്നെ ഈ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് പ്രകാരമുള്ള 3.5% എത്രയോ കൂടുതലാണ്. ഇത് ഈ ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെയാണ്. ഈ ഗവൺമെൻറ് പിന്തുടരുന്ന ഒരു ധനകാര്യ മൗലികവാദത്തിൻ്റെ ഒരു രീതിയാണ് FRBM ആക്ട് എന്ന് പറയുന്നത്. ഈ ഗവൺമെൻറ് അത് പിന്തുടരുന്നുണ്ട്. ഈ സെൻട്രൽ ഗവൺമെൻറ് 5.8% ഫിസ്ക്കൽ ഡെഫിസിറ്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ തന്നെ രാജ്യത്തെ സംസ്ഥാനങ്ങൾ ഈ കോവിഡ് പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങൾ പോലെയുള്ള പ്രശ്നങ്ങളെയെല്ലാം മുന്നിൽ നിന്ന് നേരിടുന്ന സംസ്ഥാന സർക്കാരുകൾ അവർ 3.5% ഫിസ്ക്കൽ ഡെഫിസിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അവർ ചെലവ് ചുരുക്കിക്കൊണ്ട് അത്രയും ഫിസ്ക്കൽ ഡെഫിസിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബാധ്യസ്ഥരായിരിക്കുകയാണ്. സെൻട്രൽ ഗവൺമെൻറ്റിന് തോന്നിയതുപോലെ അവരുടെ ചെലവ് ഉയർത്തി വെച്ചുകൊണ്ട് ഫിസ്ക്കൽ ഡെഫിസിറ്റ് പിന്നെ എത്ര വേണമെങ്കിലും ഉയർത്താം,
കുറച്ചുകൊണ്ട് വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നാലും 3.5 കുറച്ചുകൊണ്ട് വരാൻ ഒരുപാട് കാലതാമസം എടുക്കുന്ന ധനമന്ത്രിയുടെ പ്രസംഗത്തിൽ തന്നെ നമുക്ക് വ്യക്തമാണ്. അപ്പം അത് ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ഈ ഉയർന്ന എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ, അതായത് റെസ്പോൺസിബിലിറ്റി മുഴുവനും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ തലയിലേക്ക് ഇടുകയും റവന്യൂ മുഴുവനും GST നടപ്പാക്കിയത് വഴി സംസ്ഥാനങ്ങളുടേതടക്കം തനത് വിഭവ സമാഹരണ ശേഷി കേന്ദ്ര ഗവൺമെൻറ്റിന് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം റവന്യൂ മുഴുവനും കേന്ദ്ര ഗവൺമെൻറ് അമാസ് ചെയ്യുകയും അതേസമയം സംസ്ഥാനങ്ങളുടെ തലയിലേക്ക് റെസ്പോൺസിബിലിറ്റി ഇടുകയും ചെയ്യുന്നത് കൊണ്ട് നമ്മളുടെ ഫിസ്ക്കൽ ഫെഡറലിസത്തിന് ഒരു വലിയ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ട്. ആ പ്രതിസന്ധി ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് CMIയുടെ കണക്കുകൾ പ്രകാരം, സെൻറ്റർ ഫോർ മോണിറ്ററിങ് ഇന്ത്യൻ ഇക്കോണമിയുടെ കണക്കുകൾ പ്രകാരം രാജ്യത്ത് വലിയ രീതിയിലുള്ള തൊഴിലില്ലായ്മ നിലനിൽക്കുന്നുണ്ട്. ആ തൊഴിലില്ലായ്മയെ നേരിട്ട് അഡ്രസ്സ് ചെയ്യുന്നത് നിന്നും ഈ ഇൻറ്റീരിയം ബഡ്ജറ്റ് അതിനൊരു വിമുഖത കാണിക്കുന്നുണ്ട്. അങ്ങനെ രാജ്യത്ത് രൂപപ്പെട്ടു വരുന്ന ഒരു ജനജീവിത പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധി മറ്റൊരു ഭാഗത്തും. അപ്പം 2 തരത്തിലുള്ള പ്രതിസന്ധികൾ, ഒന്ന് സർക്കാരിനെ ബാധിക്കുന്ന ധനകാര്യം ആയിട്ട് ബന്ധപ്പെട്ട പ്രതിസന്ധിയുണ്ട്, അതൊരു ധനകാര്യ പ്രതിസന്ധിയാണ്. മറുഭാഗത്ത് ജനങ്ങളെ ബാധിക്കുന്ന രീതിയിലൊരു സാമ്പത്തിക പ്രതിസന്ധിയും രൂപപ്പെട്ടു നിൽക്കുന്നുണ്ട്. അത് ചോദനവുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ആളുകൾക്ക് ഡിമാൻഡ് ചെയ്യാൻ അവരുടെ കയ്യിൽ പണമില്ലാത്തതിന് കാര്യം തൊഴിലില്ലാത്തതുകൊണ്ടാണ് അത്തരത്തിലൊരു പ്രതിസന്ധി രൂപപ്പെട്ടു നിൽക്കുന്നുണ്ട്. ഇത് പരിഹരിക്കുന്നതിന് കാര്യമായ നിർദ്ദേശങ്ങൾ ഇൻറ്റീരിയം ബഡ്ജറ്റ് ആയതുകൊണ്ടായിരിക്കാം കാര്യമായ ഒരു നിർദ്ദേശവും ബഡ്ജറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. റൈറ്റ്. ഈ വ്യാപാര വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഈ കേന്ദ്ര ബജറ്റിൽ നിന്ന് ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട് ഈ ഏരിയയിലൊക്കെ, അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതാണ് ഈ ഏരിയയിലൊക്കെ. വലിയൊരു വിഭാഗമാണ് രാജ്യത്ത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കർഷകർ കഴിഞ്ഞാൽ ഒരുപക്ഷെ അടുത്ത ഏറ്റവും വലിയ വിഭാഗം എന്ന് പറയുന്നത് വ്യാപാരികളും വ്യവസായികളുമാണ്. അവരുടെ ഒരു ആംഗിളിൽ നോക്കുമ്പോൾ ഇതൊരു ഇടക്കാല ബജറ്റാണെങ്കിൽ പോലും പ്രതീക്ഷിച്ച വിധത്തിലുള്ളൊരു സപ്പോർട്ടുണ്ടോ? ബജറ്റ് സത്യത്തിൽ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പുള്ളൊരു ബജറ്റ് എന്നുള്ള രീതിയിൽ ഒരുപാട് പ്രതീക്ഷകൾ ഇതിനോടുണ്ടായിരുന്നു. കാരണം കൂടുതൽ പ്രഖ്യാപനങ്ങൾ എങ്കിലും ഈ ബജറ്റിൽ കാണും എന്ന് വിചാരിച്ച പോലും നിരാശപ്പെടുത്തി എന്നുള്ളതാണ്. പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് വേണ്ടി 11.11 ലക്ഷം കോടി വകയിരുത്തിയത് നമ്മുടെ ആഭ്യന്തര ഡെവലപ്മെൻറ്റിന്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിന് ഒരുപാട് ഗുണകരമാവും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അതേ സമയത്ത് MSME സെക്ടറുകളിൽ ചെറുകിട വ്യാപാരികൾ 10 ലക്ഷത്തിലധികം വ്യാപാര സ്ഥാപനങ്ങൾ പൂട്ടിപ്പോയിട്ടുണ്ട്. ഇതേറ്റവും അധികം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റാർട്ടപ്പ് മേഖലയിലാണ്. ഈ ചെറുകിട വ്യവസായ മേഖലകളിലും അതേപോലെ സ്റ്റാർട്ടപ്പുകളിലും ഈ കച്ചവട സ്ഥാപനങ്ങളും ഇത്രയധികം പൂട്ടിപ്പോകുന്നതിനെ പറ്റി പഠിക്കാനുള്ള ഒരു സംവിധാനം ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തും പോകുന്നില്ല. പ്രത്യേകിച്ച് ഈ ബജറ്റിൽ ഒരു നിർദ്ദേശങ്ങളും അതിനെപ്പറ്റിയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഈ കഴിഞ്ഞ ബജറ്റ് സമയത്ത് കോർപ്പറേറ്റ് ടാക്സുകൾ കുറച്ച സമയത്ത് നമ്മളൊക്കെ സ്വാഗതം ചെയ്തതാണ്. പക്ഷേ ഈ കോർപ്പറേറ്റ് ടാക്സ് കുറച്ചത് മൂലം ഗവൺമെൻറ്റിൻ്റെ ധനകമ്മി കൂടി എന്നല്ലാതെ അതിനുശേഷം ഈ ചെറുകിട സെക്ടറുകളെ വികസിപ്പിക്കാൻ ആവശ്യമായ ഒരു സഹായ പ്രഖ്യാപനങ്ങളും അതിനുശേഷം വന്നിട്ടില്ല എന്നുള്ളത് ശരി. ഒരുപാട് സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകുന്നുണ്ട്, ഒരുപാട് MSME സെക്ടർ പടയില്ലാതായിക്കൊണ്ടിരിക്കുക. അതേ സമയത്ത് ഒരു ഭാഗത്ത് കോർപ്പറേറ്റ് സെക്ടറുകൾ ഭയങ്കര പണമുണ്ടാക്കിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഓരോ ധനസ്ഥിതി കൂട്ടിക്കൊണ്ടിരിക്കുന്ന കോർപ്പറേറ്റ് സെക്ടറിന് കഴിഞ്ഞ ബജറ്റിൽ കൊടുത്ത നികുതി ആനുകൂല്യം ഇത്തവണയും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ തുടരുന്നുണ്ട്. ആ സമയത്ത് തന്നെ സാമ്പത്തിക വിദഗ്ധരൊക്കെ പ്രഖ്യാപിച്ചാണ് രാജ്യത്തിൻ്റെ ധനകമ്മി വീണ്ടും കൂടാനേ ഇത് ഉപകരിക്കുന്നില്ല. അത് വളരെ സത്യം. ആ ധനകമ്മി കൂടുകയും ചെയ്തു. അതേ സമയത്ത് ഈ ചെറുകിട വ്യവസായങ്ങളും വ്യാപാരികളും പാടെ ശോഷിക്കുന്ന രീതിയിൽ കുത്തക കടന്നുകയറ്റം ഭയങ്കരമായിട്ട് ഈ മേഖലകളിലേക്കൊക്കെ വന്ന് കോർപ്പറേറ്റ് സെക്ടറുകൾ മുഴുവൻ ഈ ചെറുകിട മേഖലകളിലേക്കൊക്കെ കടന്നു വന്നുകൊണ്ടാണ് ഇത്തരം ചെറിയ വ്യാപാരങ്ങളൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ. അത് ഈ ബജറ്റോടുകൂടി ഒന്നുകൂടി ആക്കം കൂടും എന്നാണ് എനിക്ക് തോന്നുന്നത്, അഭിപ്രായം പറയാനുള്ളത്. ഇപ്പോൾ ഈ കോർപ്പറേറ്റ് സെക്ടറിലെ നികുതികൾ അവനെക്കുറിച്ച് സൂചിപ്പിച്ചല്ലോ. ഈ കഴിഞ്ഞ തവണ ഈ കോർപ്പറേറ്റ് സെക്ടറിന് കഴിഞ്ഞ തവണയാണോ കഴിഞ്ഞ മുമ്പത്തെ തവണയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, ഈ നികുതികൾ അനുവദിക്കുമ്പോൾ ഈ കോവിഡാനന്തരം ഉണ്ടായ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും വേണ്ടിയിട്ടാണ് ഈ നികുതി ഇളവ് അനുവദിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു.
ഈ കോർപ്പറേറ്റുകൾക്ക് ഈ നികുതി ഇളവ് അനുവദിച്ചുകൊണ്ട് ഈ പറയുന്ന വിധത്തിലുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റീവായ സംഗതി നടന്നതായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളായതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ തെറ്റായി മാറിയത്. കാരണം കോർപ്പറേറ്റ് സെക്ടറിൽ തൊഴിൽ എടുക്കുന്ന ആളുകളുടെ എണ്ണം സ്വാഭാവികമായിട്ടും കുറവായിരിക്കും. ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിലെടുക്കുന്ന മേഖല ഈ MSME സെക്ടറുകളും അതേപോലെ തന്നെ സ്റ്റാർട്ടപ്പ് മേഖലകളിലും ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നത്. ഈ തൊഴിൽ ഇടം നഷ്ടപ്പെടുന്നത് മാത്രമല്ല, ഈ 10,000 ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടുക എന്നുള്ളത് 10,000 സംരംഭങ്ങളാണ് നഷ്ടപ്പെടുന്നത്. ഇത് ലക്ഷക്കണക്കിന് ആളുകളുടെ തൊഴിലാണ് നഷ്ടപ്പെടുന്നത്. ഇപ്പോൾ ഈ ആളുകളൊക്കെയാണ് വിദേശത്ത്. ഇപ്പോൾ ഏറ്റവും അധികം യുവജനങ്ങൾ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുക, നമ്മളെ നാട്ടിൽ കേരളത്തിൽ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മളെ ഇന്ത്യ രാജ്യത്തുനിന്ന് നല്ല തൊഴിൽ സാധ്യതകളില്ല, അല്ലെങ്കിൽ ആ ഒരു കേപ്പബിലിറ്റി ഉള്ള യുവാക്കളാണ് നമ്മുടെ രാജ്യത്തിന് പുറത്തേക്ക് പോകുന്നത്. ഈ ആളുകളെ നമുക്ക് ഈ ഒരു ചെറുകിട സെക്ടറിൽ MSME സെക്ടറുകളിലൊന്നും പിടിച്ചു നിർത്താൻ പറ്റാത്ത രീതിയിലേക്ക് രാജ്യം മാറി എന്നുള്ള. കാരണം കോർപ്പറേറ്റ് സെക്ടറുകൾ ഈ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ് ശരി. പക്ഷേ ഇത് പറയുമ്പോൾ ഈ ചെറുകിട MSME സെക്ടറാണെങ്കിലും സ്റ്റാർട്ടപ്പുകളാണെങ്കിലും ഗവൺമെൻറ് ഈ ബജറ്റിൽ അവകാശപ്പെടുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട്. അതായത് ഒന്ന്, സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികളുണ്ടാക്കി. 2014 മുതൽ ഇങ്ങോട്ടുള്ള വലിയ പദ്ധതികൾ, അതിന് ചിലവിട്ട തുക, അതുവഴി ഇത്ര ലക്ഷം പേരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തു. ചില ആളുകളുടെ ഓൾറെഡി സ്കില്ലുള്ള ആളുകളെ അപ്ഗ്രേഡ് ചെയ്തു എന്ന അവകാശവാദമുണ്ട്. രണ്ടാമത്തെ കാര്യം, വലിയ തോതിലുള്ള വായ്പ, മുദ്ര ലോൺ അതുപോലെയുള്ള സ്കീമുകൾ വഴി ഈ ചെറുകിട വ്യവസായ മേഖല, വ്യാപാര വ്യവസായ മേഖലകളെ ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ തോതിലുള്ള വായ്പാ സഹായം സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട്. ആ അവകാശവാദം ഇതിൽ ഈ ബജറ്റിലുണ്ട്. ആ പദ്ധതികൾ തുടരും എന്ന് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അവിടെയാണ് ഒരു വിഷയം. ഈ മുദ്രാ ലോൺ പോലെയുള്ള ലോണുകൾ വളരെ സഹായകരമായ ലോണുകൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷേ ഈ ലോണുകൾ നമ്മുടെ ബാങ്കുകൾ ഈ ലോണുകൾ കൊടുക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത്. കാരണം ഒരു സ്റ്റാർട്ടപ്പ്, ഒരു പുതിയ സംരംഭം ഒരാൾ തുടങ്ങിക്കഴിഞ്ഞാൽ ആ സംരംഭം വിജയിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ബാങ്കുകൾ ഇതിന് ഫിനാൻസ് ചെയ്യുന്നുള്ളൂ. ഇത് വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം ഒരു സംരംഭം വിജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ബാങ്കിൻ്റെ സഹായം ആവശ്യമുണ്ടാവില്ല. അതിൻ്റെ മുമ്പ് സഹായിക്കാനുള്ള ഒരു അതോറിറ്റിയും ഇവിടെ ഇല്ല. ഗവൺമെൻറ് ആവട്ടെ, ബാങ്കുകളാവട്ടെ, ഈ ചെറുകിട സെക്ടറുകളെ സഹായിക്കാൻ ഇപ്പോൾ കോടിക്കണക്കിന് രൂപ കോർപ്പറേറ്റ് സെക്ടറിൽ ലോണുകൾ ഒരു പ്രശ്നവുമില്ല. കോർപ്പറേറ്റുകൾക്ക് ഇഷ്ടംമാതിരി കോടിക്കണക്കിന് ലോണുകൾ കിട്ടുന്നു. ഈ ലോണുകൾ മാത്രം ഉപയോഗിച്ചാൽ വൻകിട ബിസിനസ്സുകൾ ചെയ്യുന്നു. ഇവിടെ ചെറുകിട വ്യവസായങ്ങളും വ്യാപാരികളും സ്റ്റാർട്ടപ്പുകളും ഒക്കെ ഇതിൽ വളരെയധികം പുറകിലാണ്. കാരണം ലോണ് കിട്ടാനുള്ള സാധ്യത വളരെ വിരളം. കിട്ടിയാൽ തന്നെ ഈ മുദ്ര പോലുള്ള ഗവൺമെൻറ് സ്കീമുകളിൽ ഒന്നും ഉൾപ്പെടുത്താത്ത രീതിയിലാണ് ഇവർക്ക് ലോൺ സാധ്യതകളുള്ളത്. അതാണ് ഏറ്റവും വലിയ. ഇത് അന്വേഷിക്കാൻ ഒരു ഏജൻസി ഇല്ല. ഇത് കിട്ടാത്ത സാഹചര്യം വരുമ്പോൾ വാങ്ങിക്കൊടുക്കാൻ ഒരു സംവിധാനം ഇവിടെ ഇല്ല. അവിടേക്കാണ് അതിൻ്റെ പ്രതിസന്ധികൾ വരുന്നത്. റൈറ്റ്. നമ്മളിത് MSME സെക്ടറിൻ്റെ കാര്യം പറഞ്ഞു. ഇതുപോലെ തന്നെ പ്രധാനമാണ് ഗ്രാമീണ സമ്പദ് മേഖല എന്ന് പറയുന്നത്. ഗവൺമെൻറ് ഒരുപാട് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ ബജറ്റ് സ്പീച്ചിൽ തന്നെ പലയിടത്തായിട്ട് കാർഷിക മേഖലയ്ക്ക് ചെയ്ത കാര്യങ്ങൾ, സ്ത്രീകൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ഗ്രാമീണ ഭവന നിർമ്മാണ രംഗത്ത് വരുത്തിയ മുന്നേറ്റം, ഇതിനെക്കുറിച്ചൊക്കെ വലിയ അവകാശവാദങ്ങളുണ്ട്. ഇപ്പോൾ 3 കോടി വീടുകൾ നിർമ്മിച്ച് പൂർത്തിയായി കഴിയാറായിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നുണ്ട്. അടുത്ത 5 വർഷം കൊണ്ട് 2 കോടി കൂടി നിർമ്മിക്കും, ഗ്രാമീണ ഭവനങ്ങൾ നിർമ്മിക്കും എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ പറയുന്ന അവകാശവാദങ്ങൾക്കപ്പുറത്ത് ഈ ഗ്രാമീണ മേഖലയെ പ്രഖ്യാപിക്കുന്നത് പോലെ മുന്നോട്ട് നയിക്കാൻ പാകത്തുള്ള എന്തെങ്കിലും ഈ ഇൻട്രീം ബജറ്റിലുണ്ടോ? ഗവൺമെൻറ് ഈ പറഞ്ഞതുപോലെ വലിയ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഒരു സാങ്ക്ടിറ്റി പരിശോധിക്കണമെങ്കിൽ ഔട്ട്കം ബഡ്ജറ്റ് എടുത്തു നോക്കിയാൽ മതി. കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൻ്റെ പൂർത്തിയായ നടപടികൾ എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഔട്ട്കം ബഡ്ജറ്റ് എടുത്തു നോക്കിയാൽ മതി. ആ ഔട്ട്കം ബഡ്ജറ്റിലെ ആദ്യത്തെ ഐറ്റമായിട്ട് സ്ത്രീകൾക്ക് തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞ ഒരു കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൻ്റെ പ്രഖ്യാപനം. യഥാർത്ഥത്തിൽ നമ്മൾ ബഡ്ജറ്റ് ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നത് ഔട്ട്കം ബഡ്ജറ്റാണ്. എങ്ങനെയാണ്, എത്രയാണ് കഴിഞ്ഞ വർഷം കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. അതിൽ ഏതാണ്ട് സർക്കാരിൻ്റെ തന്നെ കണക്കനുസരിച്ച് ഏതാണ്ട് 13 ലക്ഷം സ്ത്രീകൾക്ക് തൊഴിൽ കിട്ടിയിരിക്കുന്ന കാര്യമേ പറയുന്നുള്ളൂ. ബാക്കി പിന്നെ കുറേ തൊഴിൽ സംരംഭകർ സ്ത്രീകളിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അപ്പം ഇത്രയും തൊഴിലവസരങ്ങൾ ഗ്രാമീണ മേഖലയിലൊക്കെ ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ കഴിഞ്ഞ വർഷം ക്രിയേറ്റ് ചെയ്ത തൊഴിലിൻ്റെ അളവ് സർക്കാർ തന്നെ പറയുന്നത് ഇത്രയും കുറച്ചാണ്. ഒന്ന്.
പിന്നെ രണ്ടാമത് മുൻപ് സൂചിപ്പിച്ച ഈ MSME സെക്ടറിൻ്റെ ഒരു പ്രശ്നമൊക്കെ പറഞ്ഞു. ഒരുപാട് MSMEകൾ ഈ കോവിഡിൻ്റെ ഫലമായിട്ടും തുടർന്ന് വന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടും കൂടുതൽ ഇമ്പോർട്ടൻസ് കോർപ്പറേറ്റ് സെക്ടറിന് കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ടുമൊക്കെ ഈ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള MSMEs അവരുടെ ജോലി നിർത്തിപ്പോയിട്ടുണ്ട്. ഈ ആളുകളിൽ പലരും ഗ്രാമീണ മേഖലയിൽ അഗ്രികൾച്ചറൽ സെക്ടറിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. അഗ്രികൾച്ചറൽ മേഖലയിലെ തൊഴിലിൻ്റെ കണക്കുകൾ NSSOയുടെ തന്നെ കണക്കുകൾ അനുസരിച്ച് ഗ്രാമീണ മേഖലയിലെ തൊഴിലിൻ്റെ ആവശ്യം വർദ്ധിച്ചതായിട്ട് കണക്കുകൾ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഗവൺമെൻറ് കൂടുതലായിട്ട് ഗ്രാമീണ മേഖല എന്ന് പറയുന്നുണ്ടെങ്കിലും കൂടുതലായിട്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഗ്രാമീണ മേഖലയിൽ ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായ വർക്കുകളൊന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റ് ഗ്രാമീണ മേഖലയിൽ അതുകൊണ്ട് കാര്യമില്ല. അവിടെ വേണ്ടത് അടിസ്ഥാന വിദ്യാഭ്യാസവും അതുപോലെ ഉന്നത വിദ്യാഭ്യാസവും വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ പരിശ്രമങ്ങളാണ് അവിടെ വേണ്ടത്. അതിന് പകരം സ്കിൽ ഡെവലപ്മെൻറ്റ്, കൂടുതൽ സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് ഗ്രാമീണ മേഖലയിൽ തുടങ്ങുക എന്നതുകൊണ്ടൊന്നും കാര്യമില്ല. അപ്പം ഈ ഗവൺമെൻറ്റിൻ്റെ പ്രിയോറിറ്റി അതാണെന്ന് ഒരു ഭാഗത്ത് പറയുമ്പോഴും അതിനാവശ്യമായ ഒരു റിസോഴ്സ് മൂവ്മെൻറ്റ് ആ ഭാഗത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്ന് തന്നെയാണ് തോന്നുന്നത്. പക്ഷേ റിസോഴ്സ് മൂവ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ സുബൈർ കുളക്കാടൻ ചൂണ്ടിക്കാണിച്ച പോലെ 11.11 ലക്ഷം കോടിയാണ് കാപ്പക്സ് ആയിട്ട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് കാണിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 7.76 ലക്ഷം കോടിയോ മറ്റോ ആയിരുന്നു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റിന് മാറ്റി വെച്ചിരുന്നത്. അതിന് തൊട്ട് മുമ്പത്തെ വർഷം നീക്കി വെച്ചതിനേക്കാൾ കൂടുതൽ കാപ്പക്സ് ഉണ്ടായി എന്ന കണക്കുമുണ്ട്. അപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടി വരുന്നുണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ അതൊന്നും ഈ പറയുന്ന പ്രയോറിറ്റൈസ് ചെയ്ത് ചെലവഴിക്കപ്പെടുന്നില്ല എന്നാണ്. അല്ല, അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. അവിടെയും ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഇൻഫ്രാസ്ട്രക്ചറൽ ഏരിയയിലേക്ക് വേണ്ട എന്നാരും പറയുന്നില്ല. ഒരു എക്സ്പെൻഡിച്ചർ എപ്പോഴും വേണ്ടത് ഏത് ഏരിയയിലാണ്? ഇക്കോണമിയിൽ അതിൻ്റെ ഡിമാൻഡ് ഉണ്ടാകുന്ന സെക്ടറിൽ നിന്നാണ് എക്സ്പെൻഡിച്ചർ വേണ്ടത്. ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ട എന്നാരും പറയുന്നില്ല. ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ അതിൻ്റെ മൾട്ടിപ്ലയർ ഇഫക്റ്റായിട്ട് രാജ്യത്തെ വരുമാനം വർദ്ധിക്കും, പ്രൊഡക്ഷൻ വർദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുമാത്രമല്ല, അതിനൊരു മണി സപ്ലൈ ഇഫക്റ്റും ഉണ്ട്. ആളുകളുടെ കയ്യിൽ പണം എത്തുമ്പോൾ അവർ അതിനനുസരിച്ച് ഡിമാൻഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഡിമാൻഡ് വർദ്ധിക്കും, പ്രൊഡക്ഷൻ വർദ്ധിക്കും. അങ്ങനെ ഒരു ഇഫക്റ്റും അതിലുണ്ട്. പക്ഷേ അതിനേക്കാൾ കൂടിയ രീതിയിൽ രാജ്യത്തെ സാധാരണ ആളുകളുടെ ചോദനം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ പണം, അവർക്ക് ചെലവാക്കാൻ ആവശ്യമായ പണത്തിനൊരു ഡിമാൻഡ് നമ്മുടെ രാജ്യത്തുണ്ട്. ആ രീതിയിലൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, ആ രീതിയിലൊരു എക്സ്പെൻഡിച്ചർ ഈ ഭാഗത്തു നിന്ന് എവിടുന്നും ഉണ്ടാകുന്നില്ല. ഇപ്പം മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് സ്കീം, ആ സ്കീമിനെ ഈ കഴിഞ്ഞ 14 തൊട്ട് ഇങ്ങോട്ടുള്ള ആ സ്കീമിൻ്റെ അലോക്കേഷൻ നോക്കൂ, ഓരോ വർഷവും കുറഞ്ഞു വരികയാണ്. ഏതെങ്കിലും രീതിയിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കഴിഞ്ഞ 20 വർഷത്തിനിടയിൽ നമ്മളുടെ നാട്ടിലെ ആളുകളുടെ, സാധാരണക്കാരായ ആളുകളുടെ ഒരുപാട് ഡിഫക്ട്സ് അതിനുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. എന്നാലും തൊഴിലുറപ്പ് പദ്ധതി ഏതെങ്കിലും രീതിയിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ചോദനം അല്ലെങ്കിൽ അവരുടെ വാങ്ങൽ ശേഷിയെ സ്വാധീനിച്ച ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയെ ക്രമമായിട്ട് ഇവർ ഓരോ തവണയും അതിനുള്ള അലൊക്കേഷൻ കുറച്ച് കൊണ്ടുവന്ന് ആ പദ്ധതി 60,000 കോടി രൂപ ചുരുക്കിയിരുന്നു. അതെ, അത് തന്നെ എടുത്ത ജോലിക്ക് തന്നെ പല സംസ്ഥാനങ്ങളിലും കൂലി കൊടുത്തു തീർക്കാൻ ബാക്കിയുണ്ട്. അത് ആർക്കാണെന്ന് ആലോചിക്കണം. സാധാരണക്കാരായ ആളുകൾക്കാണ്. അവർക്ക് ഇത്രയും ഒരു പദ്ധതി വിഹിതം കുറച്ച് കൊടുക്കുകയും അതേസമയം കോർപ്പറേറ്റുകൾക്ക് ഈ പറഞ്ഞതുപോലെ ഇത്രയും നികുതി ഇളവുകൾ കൊടുത്തതുകൊണ്ടോ ഒന്നും എംപ്ലോയ്മെൻറ്റ് കൂടുന്നില്ല. കാരണം കോർപ്പറേറ്റുകളുടെ പ്രൊഡക്ഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മെയിൻലി വളരെ ഹൈലി മെക്കനൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ സെക്ടേഴ്സാണ്. അതേസമയം MSMEയിൽ ഒരു 5 പേരെ 10 പേരെ തൊഴിലെടുപ്പിക്കുന്ന ഒരു MSMEയിൽ അത് അടച്ചു പോയി കഴിഞ്ഞാൽ അത്രയും തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടുകയാണ്. അപ്പം അത്തരത്തിലുള്ള ഒരു പ്രിയോറിറ്റൈസേഷൻ്റെ പ്രശ്നം ഈ പറഞ്ഞതുപോലെ എല്ലാ ഗവൺമെൻറ്റിൻ്റെ നയങ്ങളിലും കാണാൻ സാധിക്കും. ഇത് നേരത്തെ സൂചിപ്പിച്ച കാര്യം തന്നെ, ഈ 11.11 ലക്ഷം കോടി രൂപ ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് അത് പ്രധാനമായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ തന്നെയാണ് വരിക. അതായത് റോഡുകൾ, പാലങ്ങൾ, അല്ലെങ്കിൽ റെയിൽവേ, അങ്ങനെ പല മേഖലയിലായിരിക്കും അത് വരിക. ഇത് കേരളത്തിന് എന്തെങ്കിലും ഗുണം നൽകുമോ? അല്ല, നിലവിൽ കേരളത്തിന് നടന്നുകൊണ്ടിരിക്കുന്ന പദ്ധതികൾക്ക് പണം ആവശ്യമുണ്ട്. ഇപ്പോൾ ഏറ്റവും അധികം NH ഹൈവേ ഡെവലപ്മെൻറ്റ്, അതേപോലെ ഗ്രീൻഫീൽഡ് ഹൈവേ പുതുതായിട്ട് നമ്മൾ മലബാർ മേഖലയെ തന്നെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ്.
അത്തരം വൻകിട പദ്ധതികൾക്ക് കൂടി പണം ഇതിൽ വകയിരുത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ആശ്വാസം ഈ ഒരു ബജറ്റിലുണ്ട്. ഇതൊക്കെ നമ്മുടെ നാടിൻ്റെ വാണിജ്യ സാമ്പത്തിക മേഖലയെ കൂടി ഒന്ന് പരിപോഷിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ ജനങ്ങളുടെ വാങ്ങൽ കഴിവിനെ ഇല്ലാതാക്കുന്ന ബജറ്റായി ഒരു ഭാഗത്ത് അവിടെയാണ് വിഷയം. കാരണം ഇതൊക്കെ വരുമ്പോഴും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഒരു ഭാഗത്ത് ശക്തമായി നടക്കുമ്പോഴും ഇത് ഉപയോഗപ്പെടുത്താൻ ഈ കോർപ്പറേറ്റുകൾക്കുള്ള കഴിവ് അതിൻ്റെ 1% പോലും ഈ ചെറിയ മേഖലകൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിനെ പരിപോഷിപ്പിക്കാനുള്ള ഒരു ബജറ്റ് ആയില്ല, അത്തരം മേഖലകളെ തീരെ പരിപോഷിപ്പിച്ചില്ല എന്നുള്ള. അതേപോലെ 40,000 ബോഗി ഡെവലപ്മെൻറ്റ് നല്ല കാര്യമാണ്. കാരണം കേരളത്തിൽ പ്രത്യേകിച്ച് നമുക്കൊക്കെ അറിയാം ട്രെയിൻ ബോഗികളൊക്കെ അത്ര മോശമാണ്. ഒരു പുതിയ ട്രെയിനുകളൊന്നും അനുവദിച്ചിട്ടില്ല എന്ന് വരുമ്പോൾ പോലും 40,000 പുതിയ ബോഗികൾ വരുന്നു എന്നുള്ള ഒരു ചെറിയ കാര്യമല്ല. അത് 40,000 പുതിയ ബോഗികൾ വന്ദേ ഭാരതിന് ഉണ്ടാക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. അതെ അതെ, കേരളത്തിന് പറ്റില്ല. പക്ഷെ അതിലൊക്കെ പ്രതീക്ഷയാണ്, നമുക്കതിലൊക്കെ പ്രതീക്ഷയാണ്. പുതിയ വിമാനങ്ങൾ വരുന്നു, അതിലും പ്രതീക്ഷയാണ്. ഈ ഒരു പ്രതീക്ഷയാണ് കേരളത്തിന് എപ്പോഴും ആസ്ഥാനത്തായി പോകുന്നത് എന്നുള്ളൊരു വിഷയവും കൂടിയുണ്ട്. കാരണം നമ്മളൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി ഈ ബജറ്റിനെ കാത്തിരുന്നു. പക്ഷെ കേരളത്തിന് എയിംസ് പോലുള്ള പ്രഖ്യാപനങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചതാണ്. കാരണം ഒരു ഇലക്ഷന് തൊട്ട് മുമ്പുള്ള ഒരു ബജറ്റ് എന്നുള്ള രീതിയിൽ അതിലൊരു എയിംസിൻ്റെ പ്രഖ്യാപനം നേരത്തെ വന്നതാണ്. അതിന് കൂടുതൽ ഫണ്ട് വകയിരുത്തിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം പക്ഷെ ഒന്നും ഇതിൽ സംഭവിച്ചിട്ടില്ല. അത് ആ പ്രതീക്ഷകളൊക്കെ മങ്ങലേൽപ്പിച്ചു ഈ ബജറ്റ് എന്നുള്ളത് ശരിയാണ്. ഒരു ട്രെയിന് പോലും പുതുതായിട്ട് കേരളത്തിന് അനുവദിച്ചിട്ടില്ല. അപ്പോൾ അത്തരം നമ്മൾക്ക് എന്തൊക്കെ സാധ്യതകളാണ് നമ്മൾ നേരത്തെ മനസ്സിൽ പ്രതീക്ഷിച്ചിരുന്നത് അതൊന്നും ഈ ബജറ്റിൽ വന്നിട്ടില്ല എന്നുള്ളത്. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതൊരു മണി ഫ്ലോ ഉണ്ടാക്കും. ദേശീയപാത വികസനത്തിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഫണ്ട് വരികയാണെങ്കിൽ അത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് കുറച്ച് മണി ഫ്ലോ ഉണ്ടാക്കും. അതിനെ പക്ഷേ ഈ ചെറുകിട വ്യവസായ വ്യാപാര മേഖലകളുമായിട്ട് ലിങ്ക് ചെയ്യാനൊന്നുമില്ല എന്നുള്ളതാണോ പ്രശ്നം? അത് ആ ഒരു സാധ്യത വളരെ ഒരു ചെറിയ, ഇപ്പോൾ NH ഡെവലപ്മെൻറ്റ് നമുക്കൊക്കെ അറിയാം, ആ ഫണ്ടാണ് ഇപ്പോൾ ഈ നമ്മുടെ നിർമ്മാണ മേഖലയിലൊക്കെ ഒന്ന് പരിപോഷിപ്പിച്ച് സത്യത്തിൽ ഈ NHൻ്റെ ഡെവലപ്മെൻറ്റ് തന്നെ. ഇത്തരം ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകൾ സാധാരണ ജനങ്ങളിൽ കുറേയൊക്കെ അത് ലാൻഡ് അക്വിസിഷൻ്റെ ഭാഗമായിട്ട്, അത് കേരള ഗവൺമെൻറ്റും അതിൻ്റെ ഒരു പാർട്ടുണ്ട്, ഈ ലാൻഡ് അക്വിസിഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു മണി ഫ്ലോ നടക്കുന്നുണ്ട്. അതൊക്കെ ഒരു നിശ്ചിത കാലയളവിന് മാത്രമേ ഉള്ളൂ. ഇതിനെ അപ്പുറത്തേക്ക് നമ്മുടെ ആളുകളെ ഉൽപ്പാദന മേഖലകളിൽ കഴിവുള്ളവരാവുന്ന ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇവരൊക്കെ സ്റ്റാർട്ടപ്പുകൾ പുതിയ പുതിയ ഐഡിയാസ് വന്നിട്ട് ഒരു തുടങ്ങി ഈ ഐഡിയകളൊക്കെ പൂട്ടിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ഇതെന്തുകൊണ്ട് എന്ന് പഠിച്ചിട്ട് ഇപ്പോൾ ഈ ബജറ്റിൽ വന്നു ജനസംഖ്യാ വർധനവ് പഠിക്കാൻ വേണ്ടി ഒരു സംവിധാനം കൊണ്ടുവന്നു. ഈ ജനസംഖ്യാ വർധനവ് പഠിക്കുന്നതിനേക്കാളും എത്രയോ ആവശ്യമാണ് ഈ ചെറുപ്പക്കാർ എന്തുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നു, പുതിയ പുതിയ സംരംഭങ്ങൾ കണ്ടെത്താൻ എന്തുകൊണ്ട് ഇവർക്കൂടെ പറ്റുന്നില്ല, പറ്റുന്ന സംരംഭങ്ങളിൽ ഇവരെങ്ങനെ പരാജയപ്പെടുന്നു, ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമി വിജയിക്കൂലേ? വളരെയധികം നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരുന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യം വളരൂലേ? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് സ്കീം, നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മുദ്രാ ലോണ്, അങ്ങനെ ഒരുപാട് ലോൺ സ്കീമുകളുണ്ട് പദ്ധതികൾ വിജയിക്കാൻ വേണ്ടി. ഇതൊക്കെ ഈ സ്റ്റാർട്ടപ്പ് പ്രൊജക്റ്റുകളിലേക്ക് എത്തിക്കാനും ഇത്തരം പദ്ധതികൾ വിജയിക്കുന്നില്ലെങ്കിൽ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്യാനുള്ളൊരു സംവിധാനം ഗവൺമെൻറ് എപ്പോഴും എടുക്കണം. അപ്പോഴേ ഉള്ളൂ നമ്മുടെ രാജ്യത്ത് ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് ഒരു ആക്കം കൂട്ടുള്ളൂ. എന്തിനാണ് ഈ ഇപ്പോൾ ജനസംഖ്യാ വർധനവ് സർവേ നടത്തുന്നതിനേക്കാളും പ്രാധാന്യമുള്ള ഇത്തരം സർവേകളിലേക്ക് എന്തുകൊണ്ട് ഗവൺമെൻറ് എത്തുന്നില്ല? അപ്പോൾ മാത്രമേ ഇതിനൊക്കെ ഒരു 2011 സെൻസസ് ഇതുവരെ നടത്താത്ത രാജ്യത്താണ് നമ്മൾ ജനസംഖ്യാ വർധനവിനെ കുറിച്ച് പഠിക്കാൻ പോകുന്നത്. യഥാർത്ഥത്തിൽ അതാണ് ചെയ്യേണ്ടത്. ഈ പറയുന്ന സെൻസസ് 2021 കോവിഡായിട്ട് മാറ്റിവെച്ചു എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാം. പക്ഷെ അത് കഴിഞ്ഞിട്ടും പിന്നീട് ചെയ്യാവുന്ന സമയം ഉണ്ടായിരുന്നു. അത് ഈ മൊത്തം ഈ സ്ഥിതിവിവര കണക്കുകളോട് ഗവൺമെന്റിനൊരു വിപ്രതിപത്തിയുണ്ട്. കുറെ കാലമായിട്ട് 2017 ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ സർവേ പുറത്തു വന്ന സമയത്ത് അതിലെ ചില കണക്കുകൾ 45 വർഷത്തിലെ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ രാജ്യത്തുണ്ട് എന്ന് കണ്ടിട്ട് ആ ലേബർ ഫോഴ്സ് സർവേ പുറത്തുവിടുന്നതിനൊരു വിമുഖത കാണിച്ചിരുന്നു. അതിനുശേഷവും NSSOയുടെ ചില റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നതിന് ഗവൺമെൻറ് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി.
അപ്പം മൊത്തം അതേസമയം നമ്മളുടെ എല്ലാം സ്വകാര്യ വിവരങ്ങൾ കോർപ്പറേറ്റുകൾക്ക് ഇഷ്ടം പോലെ ഏറ്റെടുക്കുന്നതിനൊരു സ്വകാര്യ വിവരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട പാർലമെൻറ്റിലെ ബില്ല് അവതരിപ്പിക്കുന്നതിൽ വളരെ വളരെ ഒരു അവധാനതയോടുകൂടിയുള്ള നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. അപ്പം ഒരു സ്ഥലത്ത് ഈ സ്റ്റാറ്റിസ്റ്റിക്സിനോട് വലിയൊരു പ്രതിപത്തി കാണിക്കാതിരിക്കുകയും മറുഭാഗത്ത് സ്വകാര്യ വിവരങ്ങൾ കോർപ്പറേറ്റുകൾക്ക് നിർബാധം എടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ലാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കിയിരിക്കുകയും ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ വ്യോമയാന മേഖലയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ 2014 ഇരട്ടിയോളം വിമാനത്താവളങ്ങൾ ഇപ്പോൾ ഉണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് എന്ന് ധനമന്ത്രി അവകാശപ്പെടുന്നുണ്ട്. അത് 2014 നിയമസഭ 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അന്നത്തെ വ്യോമയാന മന്ത്രി സഭയ്ക്കകത്ത് നൽകിയ മറുപടിയിൽ തന്നെ അന്ന് ഓപ്പറേഷനിലായ 101 വിമാനത്താവളങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അത് ഓപ്പറേഷനിലായ ഹെലിപ്പാഡുകളും വിമാനത്താവളങ്ങളും എല്ലാം ചേർത്തിട്ട് 146 ഉള്ളൂ. എന്നിട്ടാണ് പറയുന്നത് 2014 ഒരുപാട് കണക്കുകളുണ്ട്. 2015 പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ അഡ്രസ്സിൽ പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യം രാജ്യത്തെ എല്ലാ ഗ്രാമങ്ങളിലും വൈദ്യുതി എത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ 2014 ഇന്ത്യ രാജ്യം ഉണ്ടായത്. അതുവരെയുള്ള കാലയളവിൽ രാജ്യത്ത് ഉണ്ടായിരുന്ന ഗവൺമെൻറ്റുകൾ പല ഗ്രാമീണ മേഖലകളിലേക്കും വെളിച്ചെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ക്രിയാത്മകമായ നടപടികൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് 2014 ഈ രാജ്യം ഉണ്ടായത് എന്നുള്ള രീതിയിലാണ് ഈ ധവളപത്രമൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് വരുന്ന കാര്യങ്ങളാണ്. ധവളപത്രത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതെ, ഒരു ഇമേജ് ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ആ രീതിയിൽ പ്രോമൽഗേറ്റ് ചെയ്യുന്ന ചില ഐഡിയാസാണ് ഇതെല്ലാം. ഈ ബജറ്റിൽ ഞാൻ കണ്ടൊരു വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ തന്നെയാണ് ഇവിടെ അധികാരത്തിൽ വരാൻ പോകുന്നത് എന്ന് ഏതാണ്ട് ഉറപ്പിച്ച് സംസാരിക്കുന്ന ഒരു ധനമന്ത്രിയെ നമ്മൾ ഈ ബജറ്റിൽ കാണുന്നുണ്ട്. കാരണം ഞങ്ങൾ ഇനി അടുത്തത് ഇവിടെ വിശദമായ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ 2047 ഒരു ഡെവലപ്ഡ് കൺട്രിയായി രാജ്യത്തെ മാറ്റുന്നതിനുള്ള ഒരു കൃത്യമായ രൂപരേഖ അവതരിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. ഇത് ഇങ്ങനെ പറയുന്ന ധനമന്ത്രിയെ നമ്മൾ കാണുമ്പോൾ ഈ എന്താ പറയുക, ഈ കണക്കുകൾ, അതായത് ഇങ്ങനെ മാറ്റി വെക്കുന്ന കണക്കുകൾ വെച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഡെവലപ്ഡ് കൺട്രി മാറും എന്നൊക്കെ അവകാശപ്പെടാൻ സാധിക്കുക എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അതെ, എന്താണ് ഇവർ ഈ ഡെവലപ്ഡ് കൺട്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ആദ്യം വ്യക്തമാക്കേണ്ടത്. അത് അവർ തന്നെ വ്യക്തമാക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ മൊത്തം തൊഴിൽ മേഖല എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് 90% ഗവൺമെൻറ് പറയുന്ന കണക്കാണെങ്കിൽ 80, എങ്ങനെ പോയാലും 80% ആളുകൾ പിന്നെ അസംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്ന ആൾക്കാരാണ്. അവരെ സംബന്ധിച്ച് അവരുടെ കൂലിയും അതുപോലെ തന്നെ തൊഴിലെടുത്തു കഴിഞ്ഞ് റിട്ടയർ ചെയ്യുമ്പോൾ ഉള്ള ബെനിഫിറ്റുകളും ഒന്നുമില്ലാതെ അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ബഹുഭൂരിപക്ഷം ആളുകളുള്ളൊരു സ്ഥലമാണ്. ഈ ഇത്ര വലിയൊരു അസംഘടിത മേഖലയെ നിലനിർത്തിക്കൊണ്ട് അതിന് കാര്യമായ രീതിയിൽ ഒരു സംഘടിത മേഖലയിലേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ വളരെ പ്രൊട്ടക്റ്റീവായിട്ടുള്ള നടപടികളൊന്നുമില്ലാതെ, ഞാൻ പറഞ്ഞത് ഡിമോണിറ്റൈസേഷൻ പോലെയോ ഉള്ള നടപടികളല്ല, മറിച്ച് അങ്ങനെയുള്ള പ്രൊട്ടക്റ്റീവായിട്ടുള്ള നടപടികളൊന്നുമില്ലാതെ എങ്ങനെയാണ് നടപടികളൊന്നും ഇല്ലയെന്ന് മാത്രമല്ല, ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള പദ്ധതികൾക്ക് വീതം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ബൈ ഫോഴ്സ് അവരെ അക്യൂർ ചെയ്യാം, ഇങ്ങോട്ടാക്കാം എന്ന് വിചാരിച്ചാൽ അവർ മെജോറിറ്റിയാണ്. 80%-ലധികം ആൾക്കാർ അസംഘടിത മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി, അങ്ങനെ ഒരു വലിയൊരു പോപ്പുലേഷനെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ പറയുന്ന 47 പിന്നെ ഒരു വികസിത രാജ്യമാക്കി മാറ്റാം എന്നുള്ളതൊക്കെ. വികസിത രാജ്യം എന്ന് പറഞ്ഞാൽ കുറേ പാലങ്ങൾ നിർമ്മിക്കുക, കുറേ റോഡുകൾ നിർമ്മിക്കുക, എയർപോർട്ടുകൾ നിർമ്മിക്കുക, അത് മാത്രമാണ് ഉദ്ദേശമെങ്കിൽ അത് ചിലപ്പം സാധിച്ചേക്കും. ഈ രീതിയിൽ വലിയ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്നും പിന്നെ ലോണ് കൊടുത്തുകൊണ്ട് വലിയ ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിക്കൊണ്ട് അത് സാധിക്കുമായിരിക്കും. പക്ഷേ അപ്പോഴും ഒരു സൈസബിൾ പോപ്പുലേഷൻ അവിടെ, ഇപ്പം ഈ പറഞ്ഞതുപോലെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളുടെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് കൃത്യമായിട്ട് പോവർട്ടി എത്രയാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും പല കണക്കുകൾ പ്രകാരവും 30%-ലധികം ആളുകൾ പോവർട്ടി ലൈനിന് താഴെയാണ് എന്നൊക്കെ NSSOയുടെ കണക്കുകൾ അനുസരിച്ച് നമുക്കൊരു ഇൻഡിക്കേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണത് സാധ്യമാകുക എന്നുള്ളതിൻ്റെ ഒരു റോഡ് പ്ലാൻ ഗവൺമെൻറ് തന്നെ മുന്നോട്ട് വയ്ക്കേണ്ടതാണ്.
ഈ ഒരു കോൺഫിഡൻസ് അത് ഈ ബഡ്ജറ്റ് കാണുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഞങ്ങളാണ് ഇനിയും അധികാരത്തിൽ വരാൻ പോകുന്നത് എന്നുള്ളൊരു കോൺഫിഡൻസ്. പക്ഷേ അതിനാവശ്യമായ രീതിയിലുള്ളൊരു ഇക്കണോമിക് റിസോഴ്സ് മൊബിലൈസേഷനോ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ല എന്ന് തന്നെയാണ് നമുക്ക് തോന്നുക. ഒരു കാര്യം ഈ ബജറ്റിൽ വേറൊന്നും കണ്ട് GST കുറിച്ചുള്ള വലിയ അവകാശവാദമുണ്ട്. കാരണം GST ഇംപ്ലിമെൻ്റ് ചെയ്ത ഘട്ടത്തിലുണ്ടായ ബാലാരിഷ്ടതകളൊക്കെ കഴിഞ്ഞു. അതൊരു പെർഫെക്റ്റ് സിസ്റ്റമായി മാറിക്കഴിഞ്ഞു. അത് കൂടുതൽ റവന്യൂ ജനറേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷം ഏതാണ്ട് 1.75 ലക്ഷം കോടി രൂപയാണ് GST ആയിട്ട് പിരിക്കപ്പെട്ട് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് എന്നൊക്കെ ധനമന്ത്രി അവകാശപ്പെടുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ വ്യാപാര വ്യവസായ മേഖലയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ഇത് കൃത്യമായിട്ട് അറിയാമല്ലോ. ഈ GST എന്ന് പറയുന്നൊരു ഫുൾ പ്രൂഫ് സിസ്റ്റമായിട്ട് മാറിക്കഴിഞ്ഞോ? അത് ഒരു പ്രയാസവുമില്ലാത്ത വിധത്തിലാണോ ഇപ്പോൾ? ശരിക്കും വ്യാപാരികൾ ഈ GST കൊണ്ട് തകർന്ന വ്യാപാരികൾ എന്നുള്ള വലിയൊരു വിഭാഗം ഉണ്ടെന്നുള്ളത് ശരി. ഇപ്പോൾ GST നടപ്പിലാക്കിയ വർഷം നമുക്കൊക്കെ അറിയാം 70-80 ലക്ഷം കോടി GST വരുമാനം സെൻട്രൽ ഗവൺമെൻറ് കിട്ടിയതാണ്. ഇപ്പോൾ 1.72 crore ഈ ലക്ഷം കോടി വരുമാനത്തിലേക്ക് നീങ്ങുന്നത്. ഇവിടെ എല്ലാ വ്യാപാരികളും GST അടച്ചിട്ടാണ് ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടി വന്നത്. പ്രത്യേകിച്ച് കേരളത്തിലൊരു ഉപഭോക്തൃ സ്റ്റേറ്റ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇത് മുഴുവൻ വാങ്ങിയിട്ട് പൂട്ടിപ്പോകുന്ന എത്രയോ സ്ഥാപനങ്ങളുണ്ട്, ചെറുകിട മേഖലയിൽ പ്രത്യേകിച്ച്. ഇത് മുഴുവൻ GST അടച്ചതിന് ശേഷം എടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. ഇത് വിറ്റ് കഴിഞ്ഞാൽ മാത്രമേ ഇവർക്ക് ശരിയായിട്ട് ഈ GST അടക്കം കിട്ടുന്നുള്ളൂ. ഇതടക്കം നഷ്ടപ്പെട്ടിട്ട് പോകുന്ന ആളുകളെ ഇടയിലേക്കാണ് ഈ GST വല്ലാതെ ഇംപ്ലിമെൻറ്റേഷൻ എന്നുള്ള രീതിയിൽ ഭയങ്കര ഫോഴ്സ്ഫുള്ളി ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. എന്നിട്ട് ഇതിലൊക്കെ വരുന്ന അപാകതകൾ എന്താണെന്ന് വെച്ചാൽ ഈ കച്ചവടക്കാർ മുഴുവൻ എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യുക എന്നുള്ള രീതിയിൽ ഇതിലേക്ക് ഇറങ്ങുകയും അത് അതേപോലെ തന്നെ നശിച്ചിട്ട് ഈ GST പോലും റീഫണ്ട് ചെയ്ത് കിട്ടാത്ത സ്ഥിതിയിലാണെന്നുള്ളത്. മാത്രമല്ല ഒരു GST രജിസ്ട്രേഷൻ എടുത്താൽ കച്ചവടം നശിച്ചതിന് ശേഷം ഈ GST ക്യാൻസലേഷൻ പോലും വലിയ പാടാണ്. കാരണം അയാൾ എന്തെങ്കിലും GSTയിൽ തിരിച്ചടവിലും ബാക്കിയായിട്ടോ ഉണ്ടെങ്കിൽ അയാൾ കുടുങ്ങി തന്നെയാണ്. പിന്നെ വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം അയാൾ ഈ GSTക്ക് പുറകെ നടക്കണം. GST വരുമാനം കൂടിയിട്ടുള്ള വളരെ സത്യമാണ്. പക്ഷേ ഈ GST അടയ്ക്കുന്ന നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ കച്ചവടക്കാരെ ആ സംരംഭം വിജയിക്കാനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം കൂടി ഗവൺമെൻറ് ഭാഗത്തുണ്ടാകും, പ്രത്യേകിച്ച് GSTൻ്റെ ഭാഗത്തുനിന്ന്. ഈ GST ഇംപ്ലിമെൻറ്റ് ചെയ്ത സമയത്ത് 28% സിമെൻറ്റിൻ്റെ മുകളിൽ GST ഉള്ളത്. നമ്മൾ ഓട്ടോറിക്ഷ അടക്കമുള്ള വെഹിക്കിളുകളെ സ്പെയർ പാർട്സിൻ്റെ GST 28%. ഇതൊക്കെ ഈ GST 28% എന്ന് GSTയിൽ എഴുതി വെച്ചത് ഈ എന്താ പറയുക, നമ്മളെ ഈ ഈ മുകളിലുള്ള വസ്തുക്കളില്ലേ, വല്ലാതെ ഉപയോഗിക്കാത്ത ഈ ആഡംബര വസ്തുക്കൾ, ലക്ഷറി വസ്തുക്കളാണ്, ആഡംബര വസ്തുക്കൾക്കാണ് 28% GST. അതിൻ്റെ 28% സിമെൻറ്റിന് വരുമ്പോൾ 30% സിമെൻറ്റ് ഉപയോഗിക്കുന്നത് സർക്കാർ പദ്ധതികൾക്കാണ്. ഈ പദ്ധതികൾക്കൊക്കെ 28% GST ബാധകമാവുക. അത് ഓട്ടോറിക്ഷ പോലെയുള്ള വാഹനങ്ങളെ സ്പെയർ പാർട്സിന് മുഴുവൻ 28% GST ബാധകമാണ്. ഇങ്ങനെയൊക്കെ പിടിച്ചു വാങ്ങാതെ ഈ ഇത്രയൊക്കെ ഇപ്പോൾ 1.25 ലക്ഷം കോടി വരുമാനം GSTയിൽ വർദ്ധിച്ചെത്തിയിട്ട് പോലും ഈ സാധാരണ ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾക്ക് പോലും GST ഇളവ് പ്രഖ്യാപിക്കുന്നില്ല എന്നുള്ളത് വളരെയേറെ കഷ്ടം. ഈ ബജറ്റിൽ പോലും ഒരു GST ഇളവും പ്രഖ്യാപിച്ചിട്ടില്ല. നമ്മൾ സ്വാഭാവികമായിട്ടും GST വരുമ്പോൾ ബജറ്റ് വരുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ് ഈ GSTയിലുള്ള ഇളവുകൾ. ഒരു പ്രഖ്യാപനവും വന്നിട്ടില്ല, ഒരു ആശ്വാസവും ഇല്ല. GSTയിൽ പക്ഷേ GST കൗൺസിലിന് മാത്രമേ ബജറ്റിൽ സാധാരണ കൗൺസിലാണ് തീരുമാനിക്കേണ്ടത്. പക്ഷേ കൗൺസിലിൻ്റെ തീരുമാനങ്ങൾ ഇതിനു വേണ്ടി മാത്രം കൗൺസിൽ കൂടിയിട്ടുണ്ട്. പക്ഷെ ഒരു സമയത്തും ഈ തീരുമാനങ്ങളൊന്നും വരുന്നില്ല, GSTയിലുള്ള ഒരു തീരുമാനങ്ങളും വരുന്നില്ല. ഗവൺമെന്റ് അവകാശപ്പെടുന്ന GST വളരെ ഭംഗിയായി നടക്കുന്നു, ഗവൺമെന്റിന് പിരിച്ചു കിട്ടുന്നുണ്ട്. അത് ശരിയാണ്. GST പ്രൊസീഡ്സ് വളരെയധികം കൂട്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അത് നമ്മളുടെ നാട്ടിലെ ഫെഡറൽ സംവിധാനത്തിന് വലിയ തകരാറുണ്ടാക്കുന്നുണ്ട്. അത് നമ്മൾ കാണാതിരുന്നൂടാ. ഇപ്പോൾ കേരളത്തിൽ മാത്രമല്ല, ബാക്കി പല സംസ്ഥാനങ്ങളും അവിടെയുണ്ട്. അവിടെ ധനമന്ത്രി ഈ ബജറ്റ് പ്രസംഗത്തിൽ അവകാശപ്പെടുന്നത്
GST വരുമാനം കഴിഞ്ഞ വർഷത്തും കൂടി, അതിനേക്കാൾ ഇത്തവണ കൂടി. അതുവഴി സംസ്ഥാനങ്ങൾക്ക് അതിൻ്റെ വിഹിതം കൃത്യമായി കൊടുക്കാനും സാധിച്ചിട്ടുണ്ട് എന്ന് ധനമന്ത്രി അവകാശപ്പെടുന്നു. വിഹിതം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ആ വിഹിതം എന്ന് പറയുന്ന സംസ്ഥാനങ്ങൾക്ക് മുൻപ് 100 രൂപ പിന്നെ വിൽപ്പന നികുതിയായി ലഭിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് പകുതിയായി 50% കുറയുകയാണ്. അപ്പോൾ സംസ്ഥാനങ്ങളാണ് ഈ പറയുന്ന പ്രളയമോ അല്ലെങ്കിൽ കോവിഡ് പോലെയുള്ള മഹാമാരികളെ മുന്നിൽ നിന്ന് നേരിടുന്നത് സംസ്ഥാനമാണ്, കേന്ദ്ര ഗവൺമെൻറ് അല്ല. അപ്പോൾ അങ്ങനെ മുന്നിൽ നിന്ന് നേരിടുന്ന സംസ്ഥാനങ്ങൾക്ക് അവരുടെ തനത് വിഭവ സമാഹരണ ശേഷി 50% താഴെ കുറയുകയും കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഫണ്ട് അതിനനുസരിച്ച് ലഭിക്കാതിരും. ഇപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് മുൻപ് 42% പിന്നെ വിഹിതമായിട്ട് ഡിവിസിബിൾ പൂളിൻ്റെ വിഹിതമായിട്ട് ലഭിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ഏതാണ്ട് 38-39% ലഭിക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ വരുന്നത് കുറയുകയും ചെയ്യുമ്പോൾ സംസ്ഥാനങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യമാണ് അവിടെ നഷ്ടപ്പെടുന്നത്, കുറഞ്ഞു വരുന്നത്. അത് ജനങ്ങൾക്ക് നേരിട്ട് കിട്ടേണ്ട വിഭവം കിട്ടാത്തൊരു അവസ്ഥയാണ് വരുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ഇത് ഒരുപാട് പ്രൊസീഡ്സ് അവർക്ക് കിട്ടുന്നുണ്ടെങ്കിലും ഈ പറയുന്ന ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഇത്രയും വളരെ ഹൈ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. 7 ട്രില്യൺ ഇക്കോണമിയാക്കി മാറ്റും എന്ന് പറയുമ്പോഴും ഈ രാജ്യത്തെ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ ഗവൺമെൻറ് പൈസയില്ല. അതുപോലെ തന്നെ MNREGA പദ്ധതി വിഹിതമായിട്ട് കൊടുക്കാൻ പൈസയില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. എനിക്ക് വേറൊരു കൗതുകരമായിട്ട് തോന്നിയ വേറൊരു സംഗതി, അടുത്ത ജനറേഷൻ എക്കണോമിക് റിഫോംസ് ആലോചിക്കുകയാണ്. അടുത്ത 5 വർഷം അത് നടപ്പാക്കാൻ ശ്രമിക്കും, ഈ ഞങ്ങൾ തന്നെ തിരിച്ചു വരും എന്ന ആത്മവിശ്വാസത്തിൻ്റെ കൂടെ ഭാഗമായിട്ടാണ് ഇത് പറയുന്നത്. അതായത് ഈ എക്കണോമിക് റിഫോംസ് അടുത്ത ജനറേഷൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോവാണ് അടുത്ത 5 വർഷം കൊണ്ട് എന്ന് പറയുന്നുണ്ട്. ഒപ്പം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, സംസ്ഥാനങ്ങൾ റിഫോംസുമായിട്ട് ലിങ്ക് ചെയ്ത് സംസ്ഥാനങ്ങൾക്ക് പലിശരഹിതം 50 വർഷം കൊണ്ട് തിരിച്ചടയ്ക്കാവുന്ന പലിശരഹിത വായ്പ, അത് 1.5 ലക്ഷം കോടി രൂപയോ മറ്റോ ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. അതും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ നെക്സ്റ്റ് ജനറേഷൻ റിഫോംസ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ ഒരു ക്ലാരിറ്റി അതിലില്ല. നെക്സ്റ്റ് ജനറേഷൻ റിഫോംസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. എന്ത് റിഫോംസിനെ കുറിച്ചൊക്കെ ആയിരിക്കും ആലോചനയിലുണ്ടാവുക? അല്ല, സാമ്പത്തിക പരിഷ്കാരങ്ങൾ അത്യാവശ്യമാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ആ പരിഷ്കാരങ്ങൾ ഈ പറയുന്നത് പോലെ പ്രോ കോർപ്പറേറ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്രോണി ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള പരിഷ്കാരങ്ങളെയാണ് നമ്മൾക്ക് സ്വീകരിക്കാൻ പറ്റാതിരിക്കുക. അപ്പം സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന അതാണ് ഒരു കേന്ദ്രീകരണത്തിൻ്റെ രൂപം എന്ന് പറയുന്നത്. വളരെ വ്യക്തമായിട്ടൊരു ഫൈനാൻഷ്യൽ കേന്ദ്രീകരണം കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തു നിന്നുണ്ട്. ഞങ്ങൾ പറയുന്ന പരിഷ്കാരങ്ങൾ സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിയാൽ എന്ന വരികൾക്കിടയിൽ വായിക്കേണ്ടതായിട്ടുണ്ട്. അതായത് പരിഷ്കാരങ്ങൾ, അടുത്ത ജനറേഷൻ പരിഷ്കാരങ്ങൾ എന്ന് പറയുമ്പം അതിനെ വളരെ വിശാലമായ ഒരു സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ അർത്ഥത്തിൽ എടുക്കുന്നതിന് പകരം ഞങ്ങൾ നടപ്പിലാക്കാൻ പറയുന്ന പരിഷ്കാരങ്ങൾ നിങ്ങൾ നടപ്പിലാക്കിയാൽ എന്നുള്ളതാണ് എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളതിനെ കാണുന്നത് അതങ്ങനെ തന്നെ ആയിരിക്കും. ഇപ്പോൾ കോവിഡിന് ശേഷം സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധികൾ ഉയർത്തിയപ്പോൾ, സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധി ഉയർത്തിയപ്പോൾ നിങ്ങൾ ഇന്ന പരിഷ്കാരങ്ങൾ നടപ്പാക്കുകയാണെങ്കിൽ മാത്രമേ കടമെടുപ്പ് പരിധി ഉയർത്തുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നല്ലോ. ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള പരിഷ്കാരങ്ങളൊക്കെ അതിൽ ഉൾപ്പെട്ടതാണ്. ഏതാണ്ട് സമാനമായ രീതിയിലാണ്. അതായത് കൂടുതൽ പ്രൈവറ്റൈസ് ചെയ്യുക, പിന്നെ കൂടുതൽ പബ്ലിക് ആയിട്ടുള്ള സ്പെൻഡിങ്ങുകൾ കുറയ്ക്കുക, നിങ്ങളുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഈ പറഞ്ഞതുപോലെ 3% നിജപ്പെടുത്തുക തുടങ്ങിയ രീതിയിൽ ഏകപക്ഷീയമായിട്ടുള്ള സ്ട്രെയിറ്റ് ജാക്കറ്റഡ് ആയിട്ടുള്ള പരിഷ്കാരങ്ങളാണ് പറയാൻ സാധ്യതയുള്ളത്. ആ പറയുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയാൽ ഈ പറയുന്ന ടാഗുകൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള ലോണുകൾ നിങ്ങൾക്ക് തരുന്നതിന് ബുദ്ധിമുട്ടില്ല എന്നുള്ളതാണ് നമ്മൾ വായിച്ചെടുക്കേണ്ടതെന്ന്. ഞാൻ അവസാനമായിട്ടൊരു കാര്യം ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 2019 ഇതേപോലെ ഇടക്കാല ബജറ്റ് പ്രഖ്യാപിച്ചപ്പോഴാണ് കർഷകർക്ക് വർഷത്തിൽ, അതായത് ചെറുകിട നാമമാത്ര കർഷകർക്ക് വർഷത്തിൽ 6000 രൂപ ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ആയിട്ട് അക്കൗണ്ടിലേക്ക് കൊടുക്കുന്ന സ്കീം പ്രഖ്യാപിച്ചത്. ഇലക്ഷന് മുമ്പേ തന്നെ അതിൻ്റെ ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് 2000 രൂപ 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് കൊടുക്കും. അതിൽ 2000 രൂപ ഇലക്ഷന് മുമ്പേ തന്നെ ആളുകളുടെ അക്കൗണ്ടിൽ എത്തിക്കാൻ ശ്രമിച്ചത് കഴിഞ്ഞ ഇടക്കാല ബജറ്റിലാണ് 2019. സുബൈർ സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഇതൊരു ഇലക്ഷൻ ബജറ്റ് ആയതുകൊണ്ട് ചില പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. എന്തുകൊണ്ടായിരിക്കും ഈ ഒരു ഇലക്ഷൻ മുന്നിൽ നിൽക്കുകയാണ്, ഒരു ജനപ്രിയ പ്രഖ്യാപനത്തിന്
മടിക്കേണ്ട കാര്യമൊന്നുമില്ല കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഇത്തരം പ്രഖ്യാപനങ്ങളൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചത്? കർഷകർക്ക് വേണ്ടി പുതിയതായിട്ട് പ്രഖ്യാപനങ്ങളില്ല, അല്ലെങ്കിൽ ചെറുകിട ഇടത്തരം വ്യവസായ മേഖല എന്ന് പറഞ്ഞാൽ കർഷകർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ മേഖലയാണ്, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന മേഖലയാണ് ചെറുകിട വ്യവസായങ്ങളും വ്യാപാരവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ മേഖലയ്ക്ക് പ്രത്യേകിച്ച് പ്രഖ്യാപനങ്ങളൊന്നും എന്തുകൊണ്ടായിരിക്കും ഇത്തരം പ്രഖ്യാപനങ്ങളൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചിട്ടുണ്ടാവും? അതേപോലെയുള്ള ആ പ്രഖ്യാപനങ്ങളുടെ കൂടെ കൂട്ടി വായിക്കേണ്ടതാണ് കേരളം പോലെയുള്ള സ്റ്റേറ്റിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങളൊന്നുമില്ല എന്നുള്ള. അതും എന്തുകൊണ്ട് വരുന്നില്ല? കാരണം കേരളം പോലുള്ള ഒരു സ്റ്റേറ്റിലും ഇലക്ഷൻ നടക്കാൻ പോവാം. അപ്പോൾ ഈ ഇലക്ഷനിൽ സ്വാഭാവികമായിട്ടും പോകുന്നത് മാത്രമല്ല, ഒരുപക്ഷെ BJP കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതെ, ഫോക്കസ് ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രി അടക്കം കേരളത്തിൽ വന്ന് ആ ഒരു പ്രചരണം നയിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ പ്രതീക്ഷിക്കുന്ന കേരളത്തിന് പോലും മുഖ്യ പ്രഖ്യാപനങ്ങളൊന്നും ഇല്ലാതെ ആയിപ്പോയതിൻ്റെ പിന്നിൽ എനിക്ക് തോന്നുന്ന ഒരു ഓവർ കോൺഫിഡൻസോ അങ്ങനെ എന്തെങ്കിലും ആവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു ഇലക്ഷൻ വരുന്നതിന് മുമ്പ് സ്വാഭാവികമായിട്ടും നമ്മളൊക്കെ ഇലക്ഷനല്ല ബജറ്റ് വരുന്നതിന് മുമ്പ് ബജറ്റിൽ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു എന്നുള്ളൊരു ചോദ്യം പല മേഖലയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ അതിന് വല്ലാതെ പ്രതീക്ഷയോടുകൂടിയാണ് ബജറ്റിനെ കണ്ടത്. കാരണം കേരളത്തിന് BJP ഒരു പ്രധാന സ്റ്റേറ്റായിട്ട് കാണുന്നുണ്ട്. ഇവിടുന്ന് കുറച്ച് സീറ്റുകളൊക്കെ ലഭിക്കണം എന്നുള്ള രീതിയിൽ ഈ ഇലക്ഷനെ സമീപിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്കത് വലിയ ഗുണം ചെയ്യും. അതായത് കേരളത്തിന് വളരെയധികമുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും. എയിംസ് എന്തായാലും ഉണ്ടാകും, കാരണം നേരത്തെ പ്രഖ്യാപിച്ചതല്ലേ. ഇതേപോലെയുള്ള കുറേ അതേപോലുള്ള നമ്മൾക്ക് കാർഷിക മേഖല വളരെ കുറവായിട്ടുള്ള ഒരു സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ MSME സെക്ടർ, വ്യാപാര മേഖല, ഇതൊക്കെയാണ് പിന്നെ എവിടേക്ക് സഹായിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ഈ മേഖലയിലൊക്കെ പുതിയ തീവണ്ടികൾ, ഇതിലൊക്കെ നല്ല പ്രഖ്യാപനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, അതുപോലെ എയർപോർട്ട് വികസനം, എയർപോർട്ടിലേക്കുള്ള റോഡ്, സാഗർമാല പദ്ധതിയിൽ ബേപ്പൂർ പോർട്ട് ഉപയോഗപ്പെടുത്തൽ, ഇങ്ങനത്തെ ഒരുപാട് പ്രതീക്ഷകൾ നമുക്കുണ്ടായിരുന്നു. കാരണം സാഗർമാല പദ്ധതിയുടെ ഭാഗമായിട്ട് ബേപ്പൂർ പോർട്ടിൻ്റെ ഒരു പ്രഖ്യാപനം മുമ്പ് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും വന്നിട്ടില്ല. അത് പോർട്ടിൻ്റെ വികസനം, പോർട്ടിലേക്കുള്ള റോഡിൻ്റെ വികസനം, ഒരുപാട് പ്രതീക്ഷകൾ നമുക്കുണ്ട്. ഈ പ്രതീക്ഷകളൊക്കെ ആസ്ഥാനത്താക്കിക്കൊണ്ടാണ് സത്യത്തിൽ ഈ ബജറ്റ് വന്നിട്ടുള്ളത്. അതിൽ ഉള്ളിലേക്ക് കടന്നു നോക്കിയാൽ പോലും അത്തരം പ്രഖ്യാപനങ്ങളൊന്നും വന്നിട്ടില്ല ബജറ്റിൽ. ഇനി ഈ പ്രതീക്ഷകൾ അടുത്ത ബജറ്റിലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നുള്ള രീതിയിലുള്ളൊരു ബജറ്റാണ് എനിക്ക് അഭിപ്രായത്തിൽ. കാരണം അടുത്ത ബജറ്റ് എന്തായാലും പുതിയ സർക്കാർ വന്നതിന് ശേഷം എന്തായാലും പുതിയ ബജറ്റ് അവതരിപ്പിക്കും. ഇത് ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടെ ബജറ്റ് ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതിയിലുള്ളൊരു പ്രഖ്യാപനം ഈ ബജറ്റിൽ ഇല്ല എന്നൊരു സംശയം. കാരണം ഇത് വളരെ ഹ്രസ്വകാല ബജറ്റാണ്, ചെറിയ പീരീഡിലേക്കുള്ള. ഈ പീരീഡിൽ പോലും അത്തരം പ്രഖ്യാപനങ്ങൾ വരാതിരുന്നിട്ടുണ്ടെങ്കിൽ ഇനിയൊരു സ്ഥായിയായ ഗവൺമെൻറ് വന്നതിന് ശേഷം ഒരു സ്ഥിരമായ ബജറ്റ്, അല്ലെങ്കിൽ അടുത്ത 5 വർഷത്തേക്കുള്ള ഒരു ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്തുമാത്രം പ്രതീക്ഷിക്കാനുണ്ടാവും എന്നുള്ളൊരു ആശങ്ക മനസ്സിൽ. ഈ റെയിൽവേയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോൾ ഞാനത് സൂചിപ്പിച്ചതാണ്. 3 റെയിൽ കോറിഡോറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് സിമൻറ്റ്, മിനറൽസ്, എനർജി, ഇത് 3ഉം കണക്ട് ചെയ്യുന്നതാണ് ഒന്ന്. രണ്ടാമത്തത് പോർട്ടുകൾ കണക്ട് ചെയ്യുന്നതാണ്. മൂന്നാമത്തത് തിക്ലി ട്രാഫിക്, നല്ല ഹൈ ട്രാഫിക് ഉള്ള ഏരിയയിലാണ് ഒരു കോറിഡോർ. ഈ കോറിഡോറിൽ ഈ പ്രഖ്യാപിച്ച 3 കോറിഡോറിൽ 2 എണ്ണം ഇത് സിമൻറ്റിൽ ഇപ്പോൾ ഇന്ത്യയിൽ 50% ഉൽപ്പാദനമുള്ളത്, 50%-ലധികം ഉൽപ്പാദനമുള്ളത് അദാനിക്കാണ്. കോളിൽ 30% മറ്റോ അദാനിയുണ്ട്. പോർട്ട് 13 എണ്ണം അദാനിയുടെ കമ്പനിയുടെ കീഴിലാണ്. അപ്പോൾ ഈ 2 കോറിഡോറുകളും ഇപ്പോഴൊരു ഇക്വേഷൻ വെച്ചിട്ടാണെങ്കിൽ ഈ 2 കോറിഡോറുകളും അദാനിക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എന്നുള്ള കാര്യം അല്ല. അതാണ് ഞാൻ മുൻപ് സൂചിപ്പിച്ച ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന് ആർക്കും എതിർപ്പില്ല. പക്ഷേ അത് എവിടുന്ന് വരുന്നു, അതിന്റെ ഡിമാൻഡ് എന്നുള്ള, അതെ, അതിന്റെ ഡിമാൻഡ് ഇപ്പോൾ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നത് ഡിമാൻഡ് വരുന്നതിനനുസരിച്ചാണല്ലോ സ്പെൻഡ് ചെയ്യുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് ഒരു ഡിമാൻഡും പെർസെ ഇൻഡസ്ട്രിയൽ ലോബിയുടെ അടുത്ത് നിന്ന് വരുന്നതിനല്ല ഈ പണം മുടക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ഞാൻ അവസാനമായിട്ട് അനിലിനോട് ഇത് തന്നെ ചോദിക്കുന്നു. ഇപ്പോൾ സുബേറിനോട് ചോദിച്ച അതേ കാര്യം തന്നെ. എന്തുകൊണ്ടായിരിക്കും ഇത്തവണ വലിയ ഒരു പ്രഖ്യാപനം? ഇപ്പോൾ കഴിഞ്ഞ തവണ ഈ പ്രഖ്യാപനം വലിയ തോതിൽ ഇലക്ഷനെ സ്വാധീനിച്ചതാണ്. അതായത് ഈ കർഷകരുടെ അക്കൗണ്ടിലേക്ക് പ്രതിവർഷം 6000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യും, കിട്ടും എന്നുള്ള ബെനിഫിറ്റ് കൊടുക്കും എന്നുള്ളത് വലിയ തോതിൽ സ്വാധീനിച്ചതാണ് കഴിഞ്ഞ ഇലക്ഷനെ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത്തവണ അങ്ങനത്തെ യാതൊരു പ്രഖ്യാപനവും ഈ ഇടക്കാലം? ഞാൻ അതിനെ കാണുന്നത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ആയിട്ടാണ്.
ഈ ഗവൺമെൻറ് മുൻപ് പറഞ്ഞതുപോലെ കോർപ്പറേറ്റ് സെക്ടറിന് വളരെ അമിതമായ രീതിയിൽ ടാക്സ് കൺസെഷൻസും അതുപോലെ തന്നെ കുറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ലോണും ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് പോലും രാജ്യത്ത് വലിയ രീതിയിൽ കോർപ്പറേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വർദ്ധിച്ചിട്ടില്ല. അപ്പം എല്ലാം ഇപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കുറച്ച് വയ്ക്കുക എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു കോർപ്പറേറ്റ് ലോബിയുടെ പ്രഷറിൻ്റെ ഫലമായിട്ടാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. അപ്പോൾ അത്തരമൊരു കോർപ്പറേറ്റ് ലോബി ഈ ഒരു എക്സ്പാൻഷനറി ആയിട്ടുള്ള സ്പെൻഡിങ് നടത്താൻ പറ്റാത്ത വിധം ഗവൺമെൻറ്റിനെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. വോട്ടുകൾ വേറെ പല രീതിയിലും വരുമെന്നുള്ളൊരു കോൺഫിഡൻസും മറുഭാഗത്ത് ഈ ഒരു വലിയ കോർപ്പറേറ്റ് ബോഡിയുടെ ഒരു പ്രഷറും ഗവൺമെൻറ്റിനെ ഇത്തരം എക്സ്പാൻഷനറി ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ഷേമോന്മുഖമായിട്ടുള്ള സ്പെൻഡിങ്ങിൽ നിന്നും ഗവൺമെൻറ്റിനെ തടയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ക്ഷേമോന്മുഖമായിട്ടുള്ള ഇത് തടയുന്നു എന്ന് പറയുമ്പോൾ ഈ നമ്മളിപ്പോൾ 2014 മുതലുള്ള ഈ ഡിഫറെൻ്റ് ഏരിയകളിലെ സബ്സിഡിയുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഓരോ വർഷവും അത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. കർഷകർക്ക് 6000 രൂപ കൊടുക്കുമ്പോൾ പോലും വളത്തിനുള്ള സബ്സിഡി കുറയാണ് ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മുടെ മുമ്പിലുള്ള കണക്ക്. അപ്പോൾ എങ്കിലും ഞാൻ ചോദിക്കുന്നത് ഇതൊരു ഇലക്ഷൻ ഇയറാണ്, ഇലക്ഷൻ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. തൊഴിലില്ലായ്മയുടെ പ്രശ്നമുണ്ട്, വിലക്കയറ്റത്തിൻ്റെ പ്രശ്നമുണ്ട്, മറ്റു പലതരത്തിലുള്ള സൊസൈറ്റിയെ ബാധിക്കുന്ന ഇഷ്യൂസ് ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിരിക്കെ ഗവൺമെൻറ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം പോലും ഒരു ഇടക്കാല ബജറ്റിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നോക്കൂ, നമ്മളുടെ ഗവൺമെൻറ് ഈ അടുത്ത കാലത്ത് വളരെ സാധാരണക്കാരായ ആളുകളുടെ ഇടയിൽ തന്നെ പറയും, ഇപ്പം റെയിൽവേയിൽ പിന്നെ സ്ത്രീകൾക്കും അതുപോലെ തന്നെ പ്രായം കൂടിയ ആളുകൾക്കും സീനിയർ സിറ്റിസണിനും കൊടുത്തിരുന്ന യാത്രാ ഇളവുകൾ ഒന്നും ഇപ്പോൾ കൊടുക്കുന്നില്ല. കോവിഡിന് ശേഷമുള്ള മുഴുവൻ അതും എടുത്തു കളഞ്ഞു. അതുപോലെ തന്നെ പിന്നെ ഗ്യാസ് സിലിണ്ടറിനുള്ള സബ്സിഡി നമ്മളറിയാതെ എത്രയോ ഇതുപോലെയുള്ള ക്ഷേമോന്മുഖമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു കളയുന്നുണ്ട്. അതേപോലെ തന്നെ ഗ്രാമീണ മേഖലയിലേക്ക് നടത്തുന്ന സ്പെൻഡിങ്ങും വളരെയധികം കുറയുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അതേസമയം കോർപ്പറേറ്റ് മേഖലയ്ക്കുള്ള നികുതി ഇളവുകൾ കൊടുക്കുന്നതിനൊന്നും ഒരു കുറവും ഇല്ല താനും. അപ്പം അതാണ് ഗവൺമെൻറ് പോളിസി. അപ്പോൾ അങ്ങനെ ഒരു പോളിസി ഉള്ളൊരു ഗവൺമെൻറ് എലക്ഷൻ സമയത്ത് മാത്രമാണോ, ശരിക്കും നമ്മളങ്ങനെ ചോദിക്കുന്നതിലും കാര്യം, എലക്ഷൻ സമയത്ത് മാത്രമാണോ സോഷ്യൽ സെക്യൂരിറ്റി സ്പെൻഡിങ് നടത്തേണ്ടത്? അത് ഒരു ഗവൺമെൻറ് നടത്തേണ്ട കാര്യമാണ്. അത് ഈ പറയുന്ന സർക്കുലേഷൻ ഓഫ് മണിയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. മൊത്തം സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രതിസന്ധിയിൽ നിന്ന് അതിനെ കരകയറ്റാൻ ആവശ്യമായ രീതിയിൽ ഗവൺമെൻറ് അത്തരം സ്പെൻഡിങ്ങുകൾ നടത്തേണ്ടതാണ്. പക്ഷെ അതെല്ലാം നടത്തുന്നതിൽ നിന്ന് ഈ ഗവൺമെൻറ്റിനെ തടയുന്ന വിധത്തിൽ ഒരു കോർപ്പറേറ്റ് ഒളിഗാർക്കി ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ്. ഇപ്പം നമ്മൾ വലിയ ഇൻഡസ്ട്രിയൽ ഗ്രൂപ്പുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 1-2 ഫേമുകളാണ് പലപ്പോഴും അതിൻ്റെ തലപ്പത്തിരിക്കുന്നത്. പല ഇവൻ ടയറിൻ്റെ കാര്യത്തിൽ ഈ അടുത്ത കാലത്ത് MRFനെ ഇത് ചെയ്യുക വരെ ചെയ്തു, പെനാൽറ്റി അടിക്കുക വരെ ചെയ്തു. അപ്പം ഏത് ഇൻഡസ്ട്രി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള 2-3 ഫേമുകൾ അതിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഒളിഗോപ്പൊളി സെറ്റപ്പ് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഫോം ചെയ്ത് വന്നു കഴിഞ്ഞു. ആ ഒരു ഒളിഗോപ്പൊളി സെറ്റപ്പിന് വളരെ കൃത്യമായിട്ട് ഗവൺമെൻറ്റിനെ സ്വാധീനിക്കാൻ, അതിൻ്റെ പോളിസീസിനെ സ്വാധീനിക്കാൻ കഴിയുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഈ ഒരു പോളിസി ഈ ഒരു രീതിയിൽ പാടെ ഒരു സോഷ്യൽ സെക്യൂരിറ്റി സ്പെൻഡിങ്ങിനെ അല്ലെങ്കിൽ സോഷ്യൽ സെക്ടറിനെ പാടെ വിസ്മരിച്ചുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെട്ടതെന്നും കൂടെ ഞാൻ കരുതുന്നു. റൈറ്റ്. നിർമ്മലാ സീതാരാമൻ ഇടക്കാല ബജറ്റ് അവതരിപ്പിച്ച് കഴിയുമ്പോൾ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണോ അതോ ചിലത് തിരഞ്ഞെടുക്കുകയാണോ ചെയ്തത് എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. ആ തിരഞ്ഞെടുപ്പ് ഒരുപക്ഷെ 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിന് ശേഷം തുടർച്ചയായി ഉള്ള തിരഞ്ഞെടുപ്പിൻ്റെ തുടർച്ച ഈ ബജറ്റിലും നമ്മൾ കാണേണ്ടതുണ്ടോ എന്ന ചോദ്യവും ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ഒരു പ്രഖ്യാപനവും ഇല്ലാതിരിക്കുന്നതിന് പിറകിൽ ജയത്തിന് മറ്റ് അജണ്ടകളുണ്ട് എന്ന ആത്മവിശ്വാസം കൂടിയാണോ എന്ന ചോദ്യവും ഈ ഇടക്കാല ബജറ്റ് ബാക്കിയാക്കുന്നുണ്ട്. കേന്ദ്ര ബജറ്റിനെ കുറിച്ചുള്ള സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.